അപ്പോൾ നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തിട്ട് തോരാതെ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ സമയമാണ്. അപ്പോൾ ഈ ടൈമിലൊക്കെ നല്ല ചൂടുള്ള മട്ടൻ ബിരിയാണിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾക്കും ഒരു മട്ടൻ ബിരിയാണിയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 5 കിലോ ബിരിയാണിയുടെ ഓർഡറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇക്കാണ് കേട്ടോ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്നത്. ഞാൻ കൂടെ നിന്നിട്ട് ചെറിയ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷോർട്ട്സായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മട്ടണൊക്കെ പിന്നെ മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് കുക്കറിൽ സെപ്പറേറ്റ് വേവിച്ചെടുക്കുക ചെയ്യട്ടോ. അപ്പോൾ അതുകൊണ്ട് 5 കിലോ മട്ടൺ ആയതുകൊണ്ട് 2 ട്രിപ്പാക്കിയിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ മസാലയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇക്കാൻ്റെ ബിരിയാണി. കാരണം ഇക്ക ഗൾഫിലെ കുക്കാണ്. അപ്പോൾ നാട്ടിൽ ലീവിന് വന്നിട്ടുള്ള ടൈമാണ്. അപ്പോൾ ആ സമയത്താണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. സംഭവം എൻ്റെ ഒക്കെ വലിയ കുക്കൊക്കെ ആണെങ്കിലും സാധാരണ വീട്ടിൽ കിച്ചണിലെ ജോലിക്കൊന്നും അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും നിൽക്കാനും കിട്ടില്ല. അതേപോലെ വീട്ടിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇക്ക കിച്ചണിൽ കയറില്ല കേട്ടോ. അപ്പോഴൊക്കെ മെല്ലെ എന്നെ അങ്ങോട്ട് കിച്ചണിലാക്കിയിട്ട് ആൾ വലിയ കാർന്നവരായി പുറത്തിരിക്കും. പിന്നെ എനിക്കാണെങ്കിൽ ഓൾറെഡി ഞാൻ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തന്നിട്ട് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നമ്മൾ അലൂമിനിയം പാത്രം അടുപ്പിൽ വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് വെണ്ണീർ തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ മുകളിൽ അധികം കരി പിടിക്കില്ല. നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെക്കണ പോലെ അല്ലല്ലോ. വിറകടുക്കിൽ വെക്കുമ്പോൾ ചെമ്പിനൊക്കെ നന്നായിട്ട് കരി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടിപ്സ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് വെണ്ണൂറ് പുരട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുകൊണ്ട് കഴുകി കളഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഇക്കാൻ്റെ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം.